ഞാൻ ഷെഫ് രഞ്ജിത്ത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഷീ കബാബാണ്. ചിക്കൻ ഷീ കബാബാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഫേവറിന്റെ എയർ ഓവൻ ആണ്. എയർ ഓവന്റെ പ്രത്യേകത എയർ ഫ്രയറിന്റെയും ഓവന്റെയും കോമ്പിനേഷൻ ആണ് എയർ ഓവൻ. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആ കറക്റ്റ് മെത്തേഡിൽ തന്നെ കുക്കിംഗ് എല്ലാം നടക്കും. നമ്മൾ അതിന്റെ ആദ്യം തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി ഇത് പ്രീ ഹീറ്റ് ആവും. ആ സമയം കൊണ്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അതിന് വേണ്ടി ഒരു ബോൾ എടുത്തിട്ടുണ്ട്. മിൻസ്ഡ് ആയിട്ടുള്ള ചിക്കൻ ആണ് നമ്മൾ ഷീ കബാബിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിലേക്ക് നമ്മൾ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് സാൾട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി, ഇത് കളറിനും സ്പൈസിക്കും നല്ലതാണ്. ഒരുപാട് എരിവ് ഉണ്ടാവില്ല, പക്ഷെ നല്ല കളർഫുൾ ആയിട്ട് അത് കിട്ടും. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഗാർലിക് പൗഡർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇതെല്ലാം പിഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുക. ഈ പൗഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഒട്ടും വെള്ളമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഒനിയൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ജീരകത്തിന്റെ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയാണ് മസാലകൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഗാർണിഷിനായിട്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിയില അല്പം ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ 2 പീസാക്കി ഒരു സ്ലൈസ് മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ടൈറ്റ് ആവാനായിട്ട് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടൈറ്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമ്മുടെ ആ സ്ക്യൂർ ചെയ്യുന്നത് വിട്ടുപോകാണ്ടിരിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിൽ മസാലകളെല്ലാം തന്നെ ഇട്ട് കൊടുത്തു. ഇനി നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് ചിക്കനിലേക്ക് മസാലകളെല്ലാം മിക്സ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. എല്ലാം പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടൈറ്റ് ആവും. നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോഴും കോൺഫ്ലവർ ശരിക്കും എന്ത് സംഭവം തിക്കാക്കാനായിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കോൺഫ്ലവർ. ഗ്രീൻ കളറും റെഡ് കളറും എല്ലാം വന്നുകൊണ്ട് നല്ല കളർഫുള്ളായി. നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ട് വന്നു. നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളിത് ഒരു സ്ക്യൂവറിലേക്ക് ടൈറ്റ് ആയിട്ട് പിടിക്കുകയാണ്. അല്പം വെള്ളം നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. ഇതേപോലത്തെ ഒരു സ്ക്യൂവർ ആണ് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടും. അത് നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിനുള്ള മസാല നമ്മൾ എടുക്കുക, ടൈറ്റ് ആയിട്ട് പിടിക്കുക. അപ്പോൾ കബാബ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കൈ എപ്പോഴും വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല ഗ്ലേസിംഗ് ആയിട്ട് കിട്ടി. ഞാനത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ജസ്റ്റ് കൈ എവിടെയും ടച്ച് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ വയ്ക്കാൻ. ജസ്റ്റ് കൈ എവിടെ വേണം ടച്ച് ചെയ്യാൻ ഫുള്ള് ഹീറ്റായി പോകും. നമ്മൾ ആ ഒരു ബാലൻസിങ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ വെച്ച് കൊടുത്തു. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് 15ഓളം ഫംഗ്ഷൻസ് ഓൾറെഡി ഡിസ്പ്ലേയിൽ വന്നു. ഇനി നമ്മളിതിൽ റോട്ടീസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിന്റെ ടെമ്പറേച്ചർ, ടൈമിംഗ് ഉൾപ്പെടെ എല്ലാ സംഭവവും ഡിസ്പ്ലേയിൽ വന്നു. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അത് ഓൾറെഡി പതുക്കെ റൊട്ടേഷൻ ആവാൻ തുടങ്ങും. ആ ടൈമിംഗ് ഓൾറെഡി അവിടെ കാണിക്കും ഡിസ്പ്ലേയിൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കബാബാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചെരിച്ച് വെച്ച് കട്ട് ചെയ്താൽ ഷേപ്പ് നല്ല ഭംഗിയായിട്ട് കിട്ടുക. നമുക്ക് നല്ല ഭംഗിയുള്ളതും ടേസ്റ്റ് ഉള്ളതായ നമ്മുടെ കബാബ് റെഡി ആയി കഴിഞ്ഞു. മാജിക് ഈസ് ഇൻ ദ മേക്കിംഗ്.